കാണിക്കുന്നേ? നീ എന്താ ഈ കാണിച്ചേ? നിന്റെ വിരലിലെ മോതിരം എനിക്ക് സമ്മാനിച്ച എന്റെ മകന്റെ വിവാഹ മോതിരം നിന്റെ വിരലിൽ അണിയാന്ന് മോഹിച്ചിട്ടാണോ നീ ഈ തോന്നിയാസം കാണിച്ചേ? അമ്മയുടെ ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ. പ്രാർത്ഥന കേട്ടല്ലോ, എന്നെ നിരാശപ്പെടുത്തിയില്ലല്ലോ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഈ പാവത്തിനെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതിന്. അമ്മേ മൂകാംബികെ, ഇപ്പൊ വേദന തീരെയില്ലല്ലോ. എനിക്ക് നന്നായിട്ട് നടക്കാനും കഴിയുന്നുണ്ട്. ഇതെന്ത് അത്ഭുതം! പെട്ടെന്നെന്താ ഇങ്ങനെ? ഇപ്പൊ വേദന തീരെയില്ലല്ലോ. ഇനിയിപ്പൊ സന്ദീപ് പറഞ്ഞ പോലെ സ്ത്രീകളെ നേരിട്ട് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണോ? നടക്കുന്നുണ്ടല്ലോ. ഇന്നെന്താ തെറാപ്പിസ്റ്റ് നേരത്തെ എത്തിയോ? ഫിസിയോതെറാപ്പിസ്റ്റ് ഒന്നും വന്നില്ല. അല്ലാതെ തന്നെ എന്റെ കാല് ശരിയായി. ആ അതുപോട്ടെ, നിങ്ങൾ പോയ കാര്യം എന്തായി? സ്ത്രീകളേക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയോ? മാറ്റമൊക്കെ ഉണ്ടായി. എനിക്കെന്റെ ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്തു. ആ വിദ്യാമ്മ പറഞ്ഞത് ശരിയാ. സാക്ഷാൽ മൂകാംബിക ദേവി തന്നെയാ എന്റെ ശബ്ദം നഷ്ടപ്പെടുത്തിയതും തിരിച്ചു തന്നതും. അതുപോലെ തന്നെ തമ്പിയേട്ടന്റെ കാലിന്റെ കാര്യം സുഖപ്പെടുത്തിയത് ദേവിയുടെ അത്ഭുത സിദ്ധിയാ. പക്ഷേ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നടന്നു. ദേവൂട്ടി ഈ മോതിരം എന്റെ വിരലിൽ അണിയിച്ചു. അതിനുശേഷം എനിക്കെന്റെ ശബ്ദം തിരിച്ചു കിട്ടിയത്. അതിനെന്താ കുഴപ്പം? ശ്രീകലാമ്മയ്ക്ക് അത് മരുമകൾ അണിയിച്ച മോതിരമായിട്ടാ തോന്നിയത്. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ശ്രീകളെ. അവള് തനിക്കൊരു ഗിഫ്റ്റ് തന്നതായിട്ട് കൂട്ടിയാ മതി. എന്തോ എനിക്കതത്ര അങ്ങോട്ട് മനസ്സിൽ പിടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ചു നേരം പൂജാമുറിയിലുണ്ടാവും. ദേവി ചിത്രത്തിന് മുന്നില് ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഡാഡി, ഇനിയിപ്പോ ശ്രീകലാമയും സന്ദീപിനെ പോലെ മൂകാംബികയുടെ കടുത്ത ഭക്തയായി മാറും. പക്ഷെ ആ മോതിരം, അതിനെന്തോ ദിവ്യശക്തിയുണ്ട് കേട്ടോ ഡാഡി. ദേവൂട്ടിയുടെ വീട്ടിൽ കിടന്നതല്ലേ? തീർച്ചയായും നീ പറഞ്ഞ പോലെ അതൊരു സാധാരണ മോതിരമല്ല. ആ മോതിരം നമ്മുടെ കയ്യിൽ കിട്ടിയ
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊക്കെ നടക്കുമെങ്കിലോ? തൽക്കാലം അത് അവളുടെ കൈ കിടക്കട്ടെ. സൗകര്യം പോലെ നമുക്കത് സ്വന്തമാക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം.